വണ്ടിയെ കയറി ഫസ്റ്റ് ഇട്ടു, വണ്ടി എടുക്കുകയാണ്. ഞാനിങ്ങനെ ഫസ്റ്റ് കയറി തന്നെ വണ്ടി എടുത്തു. വണ്ടി ചെറിയൊരു റണ്ണിങ് ആയി കഴിയുമ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ടു. നമസ്കാരം, ഞാൻ ജോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയർ ഇടാമോ എന്ന് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു. അപ്പം പലരുടെ സംശയത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതായത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഒട്ടും നേരങ്ങളെ നമുക്ക് വേറെ വീഡിയോയിലേക്ക്. അതായത് ഒരു വാഹനം നമ്മളെ റണ്ണിങ്ങിലായിരിക്കുന്ന ഒരു വാഹനം, അതായത് മൂന്നാമത്തെ ഗിയറിലോ നാലാമത്തെ ഗിയറിലോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ ആക്കാമോ എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ. അത് ഞാൻ ഈ വാഹനം നിങ്ങളെ ഓടിച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. വണ്ടിയെ കയറി ഫസ്റ്റ് ഇട്ടു, വണ്ടി എടുക്കുകയാണ്. ഞാനിങ്ങനെ ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുത്തു. വണ്ടി ചെറിയൊരു റണ്ണിങ് ആയി കഴിയുമ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ടു. വീണ്ടും ഇച്ചിരി റണ്ണിങ് ആയി കഴിയുമ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇട്ടു. വീണ്ടും ഇച്ചിരി റണ്ണിങ് ആയി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ക്ലച്ച് ചവിട്ടി നാലാമത്തെ ഗിയർ ഇട്ടു. ഈ നാലാമത്തെ ഗിയറിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് പോകരുത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പോകാൻ പാടില്ല. ഈ ഫസ്റ്റ് ഗിയർ ഇടേണ്ട സാഹചര്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മള് ഒരു കയറ്റം കയറുന്ന ഒരു വാഹനം തേർഡ് ഗിയറിൽ പോകുന്നു. അപ്പൊ ഈ കയറ്റം കയറി ഈ തേർഡ് ഗിയറിൽ പോകുന്ന ഈ ഒരു സ്പീഡിൽ വണ്ടി വലിക്കുന്നില്ല. വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് വണ്ടി എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കി ഫസ്റ്റ് ഇടാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഫസ്റ്റ് ഗിയർ കൊടുക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഓട്ടത്തിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ തേർഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിൽ വലിച്ചിടരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ഹമ്പ് വന്നു. ഹമ്പ് നമ്മളിപ്പോ തേർഡ് ഗിയറിലായിരിക്കാം, അല്ലെ നാലാമത്തെ ഗിയറിലായിരിക്കാം. നമ്മൾ ആ ഹമ്പ് വരുന്ന സമയത്ത് നമ്മൾ ആ വാക്കിങ്ങിന്റെ സ്പീഡ് വരെ എന്ത് ചെയ്യണം, നമ്മൾ ആ ബ്രേക്കിൽ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മൾ ആ വാക്കിങ്ങിന്റെ സ്പീഡ് ആയി കഴിഞ്ഞാൽ ക്ലച്ചൂടെ ചവിട്ടി നിങ്ങൾ എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയറിൽ തന്നെ എടുക്കാവൂ. വണ്ടി നിന്ന വണ്ടി മാത്രമേ എന്ത് ചെയ്യാവൂ, വണ്ടിക്ക് ഉരുളിച്ചയില്ല, വണ്ടി നിന്നു, ആ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാവൂ, ഫസ്റ്റ് ഗിയറിൽ നിങ്ങളാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ റണ്ണിങ്ങിലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം ഫസ്റ്റ് ഗിയർ ഇടരുത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് സ്ലോ ചെയ്ത് അങ്ങോട്ട് തിരിയണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇപ്പൊ വണ്ടിക്ക് ഉരുളിച്ചുണ്ട്. അപ്പൊ ഈ ഉരുളിച്ച വരുമ്പോ എന്ത് ചെയ്തു, നമ്മളെ സെക്കൻഡ് ഗിയർ തന്നെ എന്ത് ചെയ്യാവൂ, വണ്ടി കൊണ്ട് പോകാം. ഒരു കാരണവശാലും എന്ത് ചെയ്യുക, ഈ ഓട്ടത്തിനിടയ്ക്ക് നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഫസ്റ്റ് ഗിയർ ഇടരുത്. അപ്പൊ വണ്ടി ഉരുളിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സെക്കൻഡ് ഗിയറിൽ തന്നെ നിങ്ങൾ എത്ര സ്പീഡിൽ വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്ലച്ച് ചവിട്ടി വാക്കിങ്ങിന്റെ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ആക്കിക്കൊണ്ട് നിങ്ങൾ പതിയെ ക്ലച്ച് കാലെടുത്ത് വണ്ടി മുമ്പോട്ട് പോകുക. വല്ല ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ വലിച്ചിടരുത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ആക്കേണ്ടത് എപ്പോഴൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോ ഒരു കയറ്റം നമ്മുടെ മുമ്പിലുണ്ട്, നമ്മൾ തേർഡ് ഗിയറിലാണ് വരുന്നത്, മുമ്പിൽ എന്തെങ്കിലും സാഹചര്യത്താൽ ഒരു ഹമ്പുണ്ട്, അങ്ങനെ ആ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വണ്ടി സ്ലോ ആയിട്ടുണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ തേർഡ് ഗിയറിൽ ആ കയറ്റം കയറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഹമ്പ് ചാടുന്ന കൂട്ടത്തിൽ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കാം. അതല്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു റണ്ണിങ്ങിലായിരിക്കുന്ന ഒരു വണ്ടി ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ ഇടരുത്. കാരണം ഫസ്റ്റ് ഗിയർ ഇടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നിന്ന വണ്ടി അല്ലാതെ, അതായത് നമ്മൾ ഫസ്റ്റിലെ വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി നിൽക്കുന്ന വണ്ടിയാണ്, ഉരുളുന്ന പോലും ഇല്ല, ആ സമയങ്ങളിൽ മാത്രമല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ ഇടാൻ പാടില്ല. അപ്പൊ നമ്മളെ ഇപ്പൊ തേർഡ് ഗിയറിൽ പോകുന്ന ഒരു വണ്ടി നമുക്ക് പതിയെ ഒന്ന് പോകണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയർ ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പതിയെ ക്ലച്ച് എന്ന് കാലെടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി വാക്കിങ്ങിന് സ്പീഡ് ഉണ്ട്. നമുക്ക് ആ വാക്കിങ്ങിന് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ കാലെടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി ആ രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് മുമ്പോട്ട് മൂവിങ് ആവുന്നതായിരിക്കും. അപ്പൊ അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾ തേർഡ് ഗിയറിൽ നിന്നോ ഫോർത്ത് ഗിയറിൽ നിന്നോ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് ക്ലച്ച് ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ ഇടാൻ ശ്രമിക്കരുത്. അത് വണ്ടിക്ക് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.